സ്വരം കേട്ടു എങ്ങു നിന്നു എല്ലാം ഇത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ. ഷൗക്കത്തിന് നമസ്കാരം. അങ്ങ് പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ടു. അങ്ങ് പറഞ്ഞു ഒരു മനുഷ്യനാവാൻ സ്നേഹം മാത്രം പോരാ, നയപരമായ ഇടപെടലുകൂടി വേണം എന്ന് പറഞ്ഞു. ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് മാത്രമല്ല, ഏത് ബന്ധങ്ങളിലും അത് ആവശ്യമാണെന്നും അങ്ങ് പറഞ്ഞു. ഇതിലെ മനുഷ്യനാവാൻ തയ്യാറെടുക്കുന്ന ഒരാളുടെ ധർമ്മസങ്കടം എന്താണെന്ന് വെച്ചാൽ, തിരിച്ച് അവരെന്നോട് നയപരമായി പെരുമാറുമോ എന്നുള്ള ആശങ്ക കാരണം ഞാനിനി മനുഷ്യനാവണോ അതോ അവർ നന്നാവട്ടെ ആദ്യം എന്നിട്ട് ഞാൻ തുടങ്ങിയാൽ പോരെ എന്നുള്ളൊരു ധർമ്മസങ്കടം വരില്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ലോകത്ത് ഒരു മാറ്റവും രണ്ട് പക്ഷത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഏകപക്ഷീയമായ ഏതോ വ്യക്തികളുടെ അല്ലെങ്കിൽ ചെറിയ കൂട്ടങ്ങളുടെ ഒരു പ്രതികരണങ്ങളിൽ നിന്നാണ് ലോകത്തെന്നും ചേഞ്ചസിൻ്റെ തുടക്കമിട്ടിട്ടുള്ളത്. പിന്നീട് അത് സംഘബോധമായിട്ട് മാറുകയും ചെയ്ത്. കൂട്ടത്തോടെയുള്ള സമരത്തിലൂടെ അല്ല ലോകത്തിലെ ഒരു മാറ്റത്തിനും തുടക്കം കുറിച്ചിട്ടുള്ളത്. ഒരാളുടെ പ്രതികരണമാണ്. ഞാനിനി ചിതയിൽ ചാടി മരിക്കുന്നില്ല. ഭർത്താവ് മരിച്ചാൽ ചിതയിൽ ചാടി മരിക്കണമെന്നതിനെതിരെ ആദ്യം സംസാരിച്ചിട്ടുള്ളത് ഒരു സ്ത്രീ ആയിരിക്കും. അന്ന് നമ്മൾ അവളെ ചവിട്ടി നേരെ തള്ളി അതിലേക്ക് ഇട്ടിട്ടുണ്ടാവും. പിന്നീടാണ് ആ ഒരു ആദ്യത്തെ ഒരാളുടെ പ്രതികരണമാണ് പിന്നീട് ആ തീപ്പൊരിയാണ് പിന്നീട് പലരും തൊട്ടടുത്ത് നിൽക്കുന്ന സ്ത്രീക്ക് അത് തോന്നലുണ്ടായിട്ടുണ്ടാവും, ശരിയാണല്ലോ, അവളും കൂടി ആയിരിക്കും ചിലപ്പോൾ അവളെ തള്ളിയിട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്നാണ് എന്നും ഒരു സമൂഹത്തിൻ്റെ അതാണ് പിന്നീട് സാമൂഹിക സമരങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഏതെങ്കിലും ഒരാൾ നയപരമായ സമീപനം തുടങ്ങി വെക്കുക എന്നുള്ളതാണ്. ഇപ്പുറത്തേക്ക് എപ്പോഴും നമ്മളിവിടെ ഇരുന്നിട്ട് നമ്മൾ വേണമെങ്കിൽ നമ്മളൊക്കെ ഒരുവിധം ഓക്കെ ആയിട്ടിരിക്കുന്ന ആളും ഇവിടെ ആരൊക്കെയോ പ്രശ്നക്കാരുണ്ട്, അവരൊന്ന് നന്നായാൽ നമുക്ക് സമാധാനമാകുമെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മൊഴിയാഴെന്ന് പറയുന്നൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൊരു വാക്കാണ്, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് വിലപിക്കുമ്പോൾ ഞാൻ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുകൂടി അറിയണം. നമ്മളെല്ലാവരും പറയുന്ന വാക്ക് ഇതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ വിലപിക്കുന്നത് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഞാൻ ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അതാണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു അതർ സൈഡാണ്. അതുകൊണ്ട് ഈ നയപരമായ സമീപനം രണ്ട് പക്ഷത്തു നിന്നുമായി സംഭവിക്കില്ല. ഒരു പക്ഷത്തു നിന്ന് തുടക്കമിട്ടാൽ അപ്പുറത്തുനിന്ന് മെല്ലെ അത് സംഭവിക്കുള്ളൂ. അപ്പോൾ എന്നും ഇത്തരം തുടക്കമിട്ട ആളുകൾ, ഇപ്പോൾ ഗാന്ധിജിയെ നമ്മൾ എന്തുകൊണ്ട് ഇത്ര ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ഏരിയ വിമർശിക്കാൻ നമുക്ക് എല്ലാവരും ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. വളരെ അപക്വമായ അല്പം പോലും പ്രായോഗികമല്ലാത്തൊരു വഴി സ്വീകരിച്ച മനുഷ്യനാണ്. നിസ്സഹകരണം, അഹിംസ, ക്ഷമ, ഇതൊന്നും നമ്മുടെ ചരിത്രത്തിലില്ല. എന്നിട്ട് അദ്ദേഹത്തിനെ വിമർശിച്ച് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഏരിയാസ് നമുക്ക് വിമർശിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഇന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അത് സാമൂഹികമായ സമരമായി അത് വികസിച്ചപ്പോൾ അതിൻ്റെ കീ ആയിട്ടിരുന്നത് നിഷ്ക്രിയത്വം എന്ന് പോലും വേണമെങ്കിൽ വിളിക്കാവുന്ന ഗാന്ധിജിയുടെ ഒരു ഫിലോസഫിയാണ്. അണ്ടർ കറൻ്റായിട്ട് ഫങ്ഷൻ ചെയ്തതാണ് ഞാൻ പറയുന്നത്. വേണമെങ്കിൽ നിഷ്ക്രിയത്വം എന്ന് വിളിക്കാം. നമ്മുടെ സ്വാഭാവികമായ സമര രീതികളായിട്ട് ഒരു ബന്ധമല്ല. ഒരു മനുഷ്യൻ നമ്മൾ ഉറക്കം നിലവിളിക്കേണ്ടതുണ്ടെന്ന് പറയുന്ന സമയത്തൊക്കെ ആ മനുഷ്യൻ നേരെ തെരുവിൽ പോയിട്ട് ചുമ്മാ മിണ്ടാതിരിക്കുക ചെയ്തത്. പക്ഷെ ആ മിണ്ടാതിരിക്കലിന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളിലേക്ക് വരാതെ അദ്ദേഹം ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇവിടെ മിണ്ടാതെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നതിന് ഒരുപാട് മനുഷ്യരെ ഇന്നും സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ള. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ പറഞ്ഞാലും ഗാന്ധിനെ മറക്കില്ല. പലപ്പോഴും എത്ര വിമർശിച്ചാലും രാത്രി പോയി കിടക്കുമ്പോൾ ആ മുഖത്തേക്കൊന്ന് നോക്കുമ്പോൾ എന്തോ ഒരു അടുപ്പം തോന്നുന്ന ഒരു സാധനം കൺവേ ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യൻ തൻ്റെ അടുത്ത് നിൽക്കുന്ന എല്ലാവരും നോ 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 എന്ന് പറയുമ്പോഴും മിണ്ടാതിരുന്ന് ഞാൻ ഈ യെസ്സിൻ്റെ കൂടെയാണ്. വളരെ ഏകപക്ഷീയമായ ഒരു സ്റ്റെപ്പാണ് നിരന്തരം എടുത്തിട്ട് ഇന്നിപ്പോൾ പലരും അതിൻ്റെ പിന്തുടർന്ന് പിന്നീട് അതിലൊരു കാര്യമുണ്ട്, ആ ഒരു അഹിംസയ്ക്ക്, ആ ഒരു നിസ്സഹകരണത്തിൻ്റെ ഒരു സാധ്യതയുണ്ട്,
പിന്നെ അദ്ദേഹം നിസ്സഹകരണത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണർന്നു വരുന്ന കോപാഗ്നിയോട് നിസ്സഹകരിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ആ ഏരിയ ഒന്നും നമ്മൾ ടച്ച് ചെയ്യാറേയില്ല. ആദ്യത്തെ നിസ്സഹകരണം വേണ്ടത്, നമ്മളെല്ലാവരും സഹകരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഉണർന്നു വരുന്ന വൈകാരികതകളോടാണ്. അതിൽ എനിക്കും എൻ്റെ ചുറ്റുപാടിനും അസ്വസ്ഥതയുണ്ടാക്കുന്ന എൻ്റെ ഉള്ളിൽ നിന്ന് ഉണർന്നു വരുന്ന വൈകാരികതകളോട് നിസ്സഹകരണം പ്രഖ്യാപിക്കുന്നതിലൂടെയാണ് ആദ്യത്തെ നയതന്ത്രജ്ഞത തുടങ്ങുന്നത്. നമ്മളിന്ന് അനുഭവിക്കുന്ന ഒരുപാട് പേര്, അല്ലെങ്കിൽ പലരും ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കാൻ ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിന്തകളും വികാരങ്ങളും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം ഒരു പക്ഷേ ആ സംഘർഷങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത്. എൻ്റെ ചോദ്യം, നമ്മുടെ ഉള്ളിൽ ഈ ഉരുത്തിരിഞ്ഞ് വരുന്ന ചിന്തകളും വികാരങ്ങളും അത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതൽ ആണോ, അതല്ല അത് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണോ എന്നുള്ളത്. നമ്മുടെ ഉള്ളിൽ ഉണർന്നു വരുന്ന ഒന്നുപോലും നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ഉണ്ടാകുന്നതാണ്. ഒന്നുപോലും, സ്നേഹം പോലും. ഞാൻ വിചാരിച്ചാൽ ആ സമയത്തൊന്നും എനിക്കാരും സ്നേഹിക്കാൻ പറ്റില്ല. ഞാനൊരു 10 മിനിറ്റ് ഒരാളെ സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അടുത്ത് നിന്നിരുന്നാൽ സ്നേഹം വരില്ല. എന്തിന് ഞാൻ ഇദ്ദേഹത്തൊന്ന് വെറുക്കട്ടെ എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും വെറുക്കാൻ പറ്റില്ല. സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും. ഞാനിനി 10 മിനിറ്റ് ഇദ്ദേഹത്തെ വെറുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് വെറുക്കാൻ ശ്രമിച്ചു നോക്കൂ, ഒരിക്കലും പറ്റില്ല. ഒന്നും ഉണർന്നു വരുന്നതല്ല. ഞാൻ ഈയിടെ മനസ്സിലാക്കിയ ഒരു കാര്യം, പലതരത്തിലുള്ള വായനകളിൽ നിന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന സംഘർഷങ്ങളുടെ റൂട്ട് എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഒതുങ്ങിപ്പോയതാണ്. നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സിസ്റ്റം, ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് ജീവൻ രൂപപ്പെട്ടത് മുതൽ എത്രയോ കോടി ജീവരൂപങ്ങളിലൂടെയും മനുഷ്യൻ രൂപപ്പെട്ടത് മുതൽ എത്രയോ മനുഷ്യ സംസ്കൃതികളിലൂടെയും കടന്നു വന്ന ഒരു വലിയ കോടാനുകോടി വർഷങ്ങളുടെ യാത്രകളുടെ ഒരു സംഘാതമാണ് നമ്മളുടെ ഒരേ ബോഡി എന്നും പറയുന്നത്. അത് ഈ പാവം പിടിച്ച മനുഷ്യന്മാർ മാത്രമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തൃപ്തിയാകുന്ന ഒന്നല്ല. നമ്മളെന്താണ് ഈ കവിതയിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്? നമ്മൾ കവിതയിലൂടെ സത്യത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് മനുഷ്യ കേന്ദ്രീകൃതമായ ബോധത്തിൽ നിന്നൊന്ന് വിടുതൽ നേടി കുറച്ചും കൂടി പ്രകൃതി കേന്ദ്രീകൃതവും പ്രപഞ്ച കേന്ദ്രീകൃതവുമായൊരു ബോധത്തിലേക്ക് ഉണരാൻ നടത്തുന്ന കൈകാലിട്ടടിയാണ്. നമ്മളിപ്പോൾ ഇന്ന് സൂര്യകാന്തി ചൊല്ലുമ്പോഴും നമ്മൾ പെട്ടെന്ന് നമ്മളിൽ നിന്നൊന്ന് പുറത്തു വരികയാണ്. മനുഷ്യനിൽ മാത്രം കേന്ദ്രീകൃതമായി ഇടുങ്ങിപ്പോയ ഒരിടം നമുക്കുണ്ട്. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രശ്നം, ഭൗതിക സാഹചര്യങ്ങൾ എത്ര അനുകൂലമായാലും, നമ്മളെ സ്നേഹിക്കാൻ എത്ര മനുഷ്യരുണ്ടായാലും, നമുക്ക് സ്നേഹിക്കാൻ എത്ര മനുഷ്യരുണ്ടായാലും, അന്നവും വസ്ത്രവും പാർപ്പിടവും എത്ര നമുക്ക് ലഭ്യമായാലും, നമ്മുടെ ബ്രെയിനിലെ, നമ്മുടെ ബോധത്തിലെ ചെറിയ ഒരിടത്തെ മാത്രമേ അത് തൃപ്തിയാക്കുള്ളൂ. ബാക്കി ഇടങ്ങളൊക്കെ ദാരിദ്ര്യം അനുഭവിച്ച് കിടക്കും. വെറുതെ പുഴ നോക്കിയിരിക്കുമ്പോൾ കിട്ടുമ്പോൾ തൃപ്തിയാകുന്ന ഒരിടം നമ്മളിലുണ്ട്. നമ്മളിലുള്ളത് പങ്കുവെക്കുമ്പോൾ മാത്രം തൃപ്തിയാകുന്ന ഇടം നമുക്കുണ്ട്. ഒന്നിനും വേണ്ടിയല്ലാതെ അലഞ്ഞു നടക്കുമ്പോൾ കിട്ടുന്ന, മനുഷ്യനിൽ നിന്ന് പൂർണ്ണമായി വിട്ട് പ്രകൃതിയിലും പുഴയോരത്തും മരങ്ങളോടും ഇടപഴകുമ്പോൾ കിട്ടുന്ന തൃപ്തി തരുന്ന ഇടം നമ്മളിലുണ്ട്. ഒരു പൂച്ചയോടോ നായയോടോ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ അയയുന്ന ഇടം നമ്മളിലുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു മനുഷ്യനല്ലാത്ത സർവ്വ ജീവജാലങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വിട്ടിട്ട് മനുഷ്യനിൽ മാത്രം കേന്ദ്രീകൃതമായത് മനുഷ്യന് സ്റ്റിഫ്നെസ് ഉണ്ടാക്കുന്നതിന് ഒരുപാട് കാരണമായിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു അയവ് നഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ ചെയ്യുന്ന കലയിലൂടെയും സാഹിത്യത്തിലൂടെയും സംഗീതത്തിലൂടെയൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നത് നമ്മളിങ്ങനെ വലിഞ്ഞു മുറുകിപ്പോയ ആ ഇടത്തെ ഒന്ന് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കവിത കേൾക്കുമ്പോൾ, ഇപ്പോൾ വിഷുവിനെക്കുറിച്ച് ഒരാൾ കവിത ചൊല്ലുമ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രകൃതിയിലേക്ക് പെട്ടെന്ന് കാണാത്ത കാഴ്ചകളിലേക്ക് ഒന്നുകൂടി കണ്ണു തുറക്കുകയാണ്. അതുവരെ കേൾക്കാത്ത ഗന്ധങ്ങളിൽ, അനുഭവിക്കാത്ത ഗന്ധങ്ങളിലേക്ക്, കേൾക്കാത്ത വാക്കുകളിലേക്ക്, അനുഭവിക്കാത്ത ആശയപ്രപഞ്ചത്തിലേക്ക്, ഞാനിലും എന്നിലും മാത്രം ഉടക്കിക്കിടന്നിരുന്ന ഒരു ബോധം പെട്ടെന്ന് സൂര്യനിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് ഒക്കെ ബോധപൂർവം ഒന്ന് വിട്ടുകൊടുക്കുമ്പോൾ പട്ടിണി കിടക്കുന്ന ഒരുപാട് സെല്ലുകൾക്ക് നമ്മൾ അന്നം കൊടുക്കുകയാണ്. പക്ഷെ നമ്മൾ വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. ജീവിതത്തിൻ്റെ കൂടുതൽ സമയവും മനുഷ്യരായി മാത്രം ഇടപഴകുമ്പോൾ മനുഷ്യ ശരീരം അനുഭവിക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ഏറ്റവും സ്നേഹമുള്ള ഒരാളുടെ അടുത്ത് പോലും ഒരു നിശ്ചിത സമയത്തിൽ കൂടുതലിരുന്നാൽ ബോഡി റെസ്റ്റ്ലെസ് ആവും. നിങ്ങൾ വെറുതെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. കാരണം
മനുഷ്യൻ്റെ ബ്രെയിനിന്, മനുഷ്യബോധത്തിന് മനുഷ്യൻ്റെ സ്നേഹം കുറച്ച് മതി. ബാക്കി വേണ്ടത് മറ്റു പലതിൽ നിന്നാണ്. എത്ര മനുഷ്യ സ്നേഹം കുറച്ച് ഫുൾഫിൽ ചെയ്യുന്ന ഇടം വളരെ ചെറുതാണ്. പിന്നെ പ്രാപഞ്ചികമായ സ്നേഹവും പ്രകൃതിയോടുള്ള സ്നേഹവും ജീവജാലങ്ങളോടുള്ള സ്നേഹവും ഉദാത്തമായ ആശയങ്ങൾ, ഒരിക്കലും യുക്തിഭദ്രമല്ലാത്ത, യുക്തിയോട് അല്പം പോലും നിരക്കാത്ത ആശയങ്ങളാണ് പലപ്പോഴും നമ്മളെ തൃപ്തിയായി ഉറക്കിയിട്ടുള്ളത്. യുക്തി ഇപ്പം നമ്മളിന്നിവിടെ ചൊല്ലിയ കവിതയിൽ ഒരു യുക്തിയില്ലല്ലോ, ഒരു കവിതയിലും യുക്തിയില്ല. എന്ത് പൊട്ടത്തരാണ്! ചുമ്മാ പൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമ്മാ ഒരു വിത്ത് വിടർന്ന് ഡും വിരിയുന്ന സാധനം, 4 ദിവസം കഴിഞ്ഞാൽ വാടിപ്പോണൊരു സാധനം. ഈ ഒരു സാധനത്തെ നമ്മൾ എന്തൊക്കെയോ ആയിട്ട് കണക്ട് ചെയ്ത് എന്തൊക്കെ പ്രപഞ്ചം നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ ഉള്ളിൽ. യുക്തിഭദ്രമായ ഒരു ഫ്രെയിം മനുഷ്യകേന്ദ്രീകൃതമായി മാത്രം നിൽക്കുമ്പോൾ ഒരു ആശയകേന്ദ്രീകൃതമായ പ്രപഞ്ചകേന്ദ്രീകൃതമായ ബോധം കവിതയിൽ അലയാണ് ഒരു അയവ് കിട്ടാൻ വേണ്ടി. അത്യാവശ്യം ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഒരു ലാഭവും കിട്ടാത്ത ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭൗതികമായ ഒരു ലാഭവും ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഇവിടെ വന്നിരുന്ന് കിട്ടാൻ പോകുന്നില്ല. പണം കിട്ടില്ല, നമ്മുടെ വീടൊന്നും കൂടി പുതുക്കി പണിയാൻ പറ്റില്ല, ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നഷ്ടങ്ങളേ ഉള്ളൂ. ഇത്ര സമയം പണിയെടുത്തു കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടുമായിരുന്നതും കൂടി നഷ്ടപ്പെടുത്തിയിട്ട് ബോംബെയിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ യാതൊരു യുക്തിയുമില്ലാത്ത ഏതോ ഒരു ഇടതുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മൾ പട്ടിണി കിട്ട ഏതൊക്കെയോ ഇടങ്ങളെ നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ സങ്കീർണതയുടെ അടിസ്ഥാനപരമായ പ്രശ്നം, മനുഷ്യൻ വിരസത അനുഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം മനുഷ്യനിൽ മാത്രം ഉടക്കിപ്പോയി എന്നുള്ളതാണെന്നും അതുകൊണ്ട് മനുഷ്യനിൽ നിന്നും ഇറങ്ങി പ്രകൃതിയിലേക്കും പ്രപഞ്ചത്തിലേക്കും ഉദാത്തമായ ആശയങ്ങളിലേക്കും കവിതയിലേക്കും സഞ്ചരിക്കേണ്ടതുണ്ടെന്നും പറയാറുണ്ട്. നമസ്കാരം. പാലിഷാണോന്നറിയില്ല. ഞാൻ ശ്രീജ, ഒരു അധ്യാപികയാണ്. പിന്നെ എനിക്കെന്നും സാറ് പറഞ്ഞ പോലെ കുട്ടികളെന്നും എനിക്ക് അത്ഭുതമാണ്. എനിക്ക് വീട്ടിലെ കുട്ടികളായാലും സ്കൂളിലെ ഗേറ്റ് കടന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവരോട് പെരുമാറുമ്പോൾ. സാറ് പറഞ്ഞ പോലെ ഇൻഡിവിജ്വലായിട്ട് കണക്കാക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്കതിന് പറ്റില്ല. എൻ്റെ ക്ലാസ്സിൽ ഈ ജൂണിൽ ഉണ്ടായ ഒരു അനുഭവം, നമുക്കൊരു പ്രീ ടെസ്റ്റ് നടത്തും നമ്മൾ. അപ്പോൾ എല്ലാ വിഷയത്തിലും ഈ ഗ്രേഡ് ആയ ഒരു കുട്ടി താ ഉയർത്തിയിട്ട് പറയുകയാണ്, ഞാനൊരു റയർ പീസല്ലേ ടീച്ചറെ. അവനൊരു ചടപ്പുമില്ല. അവൻ പറയാം. അത് കഴിഞ്ഞിട്ട് അവൻ ഇപ്പോൾ മൂകാംബിക പോയി. നീ എവിടേക്ക് പോയത്? അപ്പോൾ ഞാൻ പോയി ഞാനൊരു കുന്നും കയറി, അത്രേ അവനുള്ളൂ കുടന്ത്രി. അപ്പം അങ്ങനെ ഞാൻ ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോ കുട്ടിയെയും ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. എന്നാലും നമ്മൾ അവിടെ ഒരു അധ്യാപിക എന്ന നിലയിൽ അത് പറ്റാത്ത സന്ദർഭങ്ങളിൽ നമുക്ക് പല പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പല പ്രശ്നങ്ങളും. ഇപ്പോൾ ഒരു കുട്ടി എന്നോട് പറയാണ്, ഞാൻ ഒരു വർഷം കഴിയാറായല്ലോ, ടീച്ചറെ കുറിച്ചുള്ള ഒരു അനുഭവം എഴുതാൻ പറഞ്ഞപ്പോൾ ടീച്ചർക്ക് ആദ്യം എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ എന്തോ അതിൻ്റെ ഇടയ്ക്ക് ടീച്ചർ എന്നെ വിട്ടുപോയി, എന്നോട് ഒന്നും പറയാതായി. ഇപ്പോൾ ടീച്ചർ വീണ്ടും എന്നോട് ചോദിക്കാൻ തുടങ്ങി. പക്ഷെ നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർക്ക് എല്ലാ കുട്ടികളും കണ്ണു പോവും, പക്ഷേ നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ കഴിയില്ല. അതിൽ 3/4 ഭാഗം കുട്ടികളും ഇപ്പം പാരൻറ്റിങ് അല്ലേ, 2 അച്ഛന്മാരെ 2 അമ്മമാരെ അമ്മമ്മമാരെന്നൊക്കെ എൻ്റെ ക്ലാസ്സിൽ മൊത്തം അങ്ങനെയാണ്. എന്താ പറഞ്ഞാൽ ഒരു കുടുംബ പശ്ചാത്തലം അവർക്കില്ല, നല്ലൊരു കുടുംബ പശ്ചാത്തലം അവർക്കില്ല. പകുതി കുട്ടികൾക്കേ അതുള്ളൂ. പക്ഷേ ഈ കുട്ടികൾ മിങ്കിൾ ചെയ്യുമ്പോൾ അതൊന്നും അറിയാതെ കുട്ടികൾ അവർ മിങ്കിൾ ചെയ്ത് പോകണമെന്നുണ്ട്. രക്ഷിതാക്കൾ പലതരത്തിൽ, പിന്നെ ജാതി മതമൊന്നും അവർക്ക് പ്രശ്നമില്ല, കുട്ടികൾക്ക് ഇപ്പം അതൊന്നും പ്രശ്നമില്ല, ഉയർന്ന ജാതി എന്നൊന്നും അവർക്ക് പ്രശ്നമില്ല. പക്ഷേ അവരുടെ മാനസികാവസ്ഥ ഈ കുടുംബ പശ്ചാത്തലം കൊണ്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരമ്മമ്മ എന്നോട് പറഞ്ഞതാണ്, അച്ഛനും വേണ്ട കുട്ടിക്ക്, അമ്മയും വേണ്ട. പിന്നെ കുട്ടി എൻ്റെ അടുത്താ, ഇവനെ ഞാൻ ആട്ടി പറഞ്ഞിട്ട് ഇവൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകണില്ല, കുട്ടിക്ക് ആരുമില്ല. 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മമ്മയാണ് ഈ പറയണത്. അങ്ങനെ പലതരത്തിലുള്ള കുട്ടികൾ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ ഒരു അധ്യാപിക എന്ന നിലയിൽ വളരെ എന്താ പറയുക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്തിൽ. ഇത് അധ്യാപിക മാത്രമല്ല, അതെല്ലാവരും അനുഭവിക്കുന്നൊരു ഇഷ്യൂ ആണ്. പണ്ട് നിത്യൻ പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഫീൺഹില്ലിൽ ഒരു ഡിസ്കഷനിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു വാക്ക് 10-30 വർഷം മുമ്പാണ്. അദ്ദേഹം പറഞ്ഞു, ഇനി വരുന്ന കാലത്തെ മുതിർന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ കുപ്പായവും അമ്മ കുപ്പായവും അമ്മാവൻ കുപ്പായവും മുതിർന്നവൻ കുപ്പായവും അധ്യാപക കുപ്പായവും അഴിച്ചു വെച്ച് സൗഹൃദ കുപ്പായം എടുത്ത് അണിയാതെ
ഇനി വരുന്ന തലമുറകളോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. സുഹൃത്ത് മാത്രമാവണമെന്നല്ല, ഇതിൻ്റെ ഒക്കെ കൂടെ അച്ഛനാവാതിരിക്കാൻ നമുക്ക് പറ്റില്ല, അമ്മയാവാതിരിക്കാൻ പറ്റില്ല, അധ്യാപകരാവാതിരിക്കാൻ പറ്റില്ല, അമ്മാവനാവാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൻ്റെ ഒക്കെ മുകളിൽ ഒരു പുതിയ ഒരു കുപ്പായം കൂടി എടുത്താണ്, അത് ഇതുവരെ നമ്മൾ അണിഞ്ഞിട്ടില്ല. സൗഹൃദം. അപ്പം എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത്, ഞാൻ എൻ്റെ മോനോട് ഭയങ്കര സൗഹൃദത്തിലാണ്, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കള്ളടക്കം കുടിക്കുന്നു. അപ്പോൾ ആൾ സൗഹൃദം എന്ന് മനസ്സിലാക്കുന്നത് ഒരുമിച്ചിരുന്ന് കള്ളു കുടിക്കുന്നതാണ്. സൗഹൃദത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം നേരത്തെ പറഞ്ഞ പോലെ മുൻവിധിയില്ലാതെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷണം. നമ്മളൊരു തെറ്റ് ചെയ്താൽ, നമ്മളൊരാളെ കൊന്നു, ഞാനൊരാളെ കൊന്നു, എടാ ഞാനൊരാളെ കൊന്നു, എന്ത് ചെയ്യുന്നു ഞാൻ ആദ്യം പോയി ചോദിക്കുക എൻ്റെ സുഹൃത്തിനോടാ, അച്ഛനോടും അമ്മയോടും പോലെ ആയിരിക്കില്ല. ആ സുഹൃത്താണെങ്കിൽ എന്താ പറയുക, നീ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടാണോ എൻ്റെ അടുത്ത് വന്നതെന്നല്ല പറയുക, നീ വാ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. ഞാനൊരു ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഈ വിഷയം. ഒരു കുട്ടി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു യൂട്യൂബിൽ ഒരു 8, 9, 10 വയസ്സുള്ള ഒരു കുട്ടി അമ്മയുടെ അന്നിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന കാലം. അവൻ സ്വന്തമായിട്ട് കുറച്ച് വർത്താനം പറഞ്ഞിട്ട് അറിയാണ്ട് അപ്ലോഡ് ചെയ്ത, ഇപ്പം ഞാൻ തപ്പിയിട്ട് കാണുന്നില്ല, അത് പലരും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോ ഒരു പക്ഷേ എൻ്റെ വളരെ ആഴത്തിൽ കണ്ണു തുറപ്പിച്ച കുറച്ച് വർത്തമാനമാണ്. അപ്പം അവൻ പറയാണ്, അവൻ വിഷമിച്ചിട്ട് വന്നതെന്ന് പറയാണ്, ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാൻ വന്നിരിക്കുകയാണ്, ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. ഇന്ന് എൻ്റെ കൈ തട്ടിയിട്ട് അമ്മ വാങ്ങിച്ച ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടി. അതിന് അമ്മ എന്നെ പറയാത്ത വഴക്കൊന്നുമില്ല, നിനക്കൊക്കെ ജന്മം നൽകി എന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അത്രയും പൊട്ടിത്തെറിച്ചിട്ടാണ് ചീത്ത പറഞ്ഞത്. ശരിയാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്, സംശയമൊന്നുമില്ല. പക്ഷെ എൻ്റെ ചോദ്യം, അവൻ പറയാണ്, എൻ്റെ ചോദ്യം, അമ്മയുടെ കൈ തട്ടിയാണ് ആ ഗ്ലാസ് പൊട്ടിയിരുന്നെങ്കിൽ അമ്മ ഇതുപോലെ അമ്മയെ ചീത്ത പറയുമോ? അമ്മ എന്താ പറയുക, അയ്യോ അറിയാണ്ട് കൈതട്ടി പൊട്ടിപ്പോയി, ഞാൻ എത്ര പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, പോട്ടെ പിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ അത് വാരിയെടുക്കും. അച്ഛൻ ചെയ്താലോ? അച്ഛൻ ചെയ്താലും അമ്മ ഒന്ന് ദേഷ്യം പിടിക്കും, പിന്നെ സാരല്ല പിന്നെ വാങ്ങിക്കാമെന്ന് പറയും. ഇത് രണ്ടും അല്ല ഏട്ടാ എന്നെ ആകർഷിച്ചത്. ഞാൻ പുതിയ കുട്ടികളെക്കുറിച്ച് ഓർക്കാം. 3ാമത് അവൻ പറഞ്ഞതാ. ഇനി അതൊക്കെ പോട്ടെ, വീട്ടിലൊരു ഗസ്റ്റ് വന്നെന്ന് കരുതുക. ആ ഗസ്റ്റിൻ്റെ കൈ തട്ടിയാണ് ആ ഗ്ലാസ് പൊട്ടിയതെങ്കിൽ എന്താ അമ്മ പറയുക? ഗസ്റ്റ് ആകെ അസ്വസ്ഥാവുമല്ലോ. ഉടനെ അമ്മ പോയി ആശ്വസിപ്പിക്കും. അമ്മ പറയും, അയ്യോ നിങ്ങൾ വിഷമിക്കണ്ട, അതൊരു 200 രൂപയുടെ ഗ്ലാസ് അല്ലേ, 200 രൂപ എടുത്ത് വാങ്ങി, നിങ്ങൾ വിഷമിക്കേ വേണ്ട, ഗ്ലാസ് ആയാൽ വീഴില്ലേ, പൊട്ടില്ലേ. അതുകൊണ്ട് അസ്വസ്ഥയായ ആ ഗസ്റ്റിനെ ആശ്വസിപ്പിക്കും. എന്നിട്ട് സമാധാനത്തിൽ നിങ്ങളവിടെ തന്നെ ഇരുന്നാൽ മതി, ഇളകരുത് എന്ന് പറഞ്ഞ് അകത്ത് പോയി ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആ പൊട്ടിയ ഗ്ലാസ്സൊക്കെ അടിച്ച് പറക്കി കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് കസാര ഇട്ട് വന്നിരുന്ന് അയാളോട് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കും. കുറച്ച് സമയം അവൻ കൺക്ലൂഡ് ചെയ്യുന്നതാണ്. കുറച്ച് സമയത്തേക്ക് വീട്ടിൽ വന്നു പോകുന്നൊരു ഗസ്റ്റിനോട് ഇത്രയും സ്നേഹത്തോടെ അമ്മ പെരുമാറുമ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ കൂടെ കഴിയേണ്ട എന്നോട് എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? ഈ ഒരു ചോദ്യം ഞാൻ ആ വീഡിയോ കുറേ തപ്പി, അതെനിക്ക് തോന്നുന്നു ആ വീട്ടുകാർ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ. ഈ ഒരു ചോദ്യം നമ്മളുടെ ഒരു പ്രാക്ടീസിൽ വരേണ്ട ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഗ്ലാസ് തട്ടിപ്പൊട്ടിക്കുന്നത് ശരിയാണെന്നല്ല. അപ്പം നമ്മളുടെ ഉള്ളിലൊരു ഫാക്കൽറ്റി ഉണ്ട്. നമ്മൾക്ക് എത്ര അസ്വസ്ഥത ഉണ്ടാക്കുമ്പോഴും മുൻവിധിയില്ലാതെ ആദ്യം അസ്വസ്ഥമായ ആളെ ആശ്വസിപ്പിക്കുക. പൊട്ടിക്കഴിഞ്ഞല്ലോ, ഇനി പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ല, ഇത് നമുക്കറിയാം. അപ്പം നമുക്കിത് അറിയാത്ത ഒന്നല്ല, ഈ കൾച്ചർ നമ്മളിലുണ്ട്. നമുക്ക് വേദനയൊക്കെ ഉണ്ട് ഗ്ലാസ് പൊട്ടിയതിൽ. പക്ഷേ ഗ്ലാസ് പൊട്ടിയതിനേക്കാൾ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് ആ അതിഥി അസ്വസ്ഥപ്പെടരുത് എന്നുള്ള കാര്യത്തിലാണ്. എന്നിട്ട് ഒരു മുൻവിധിയില്ലാതെ അയാളെ ചേർത്ത് പിടിച്ച് ആ ആളെ ആശ്വസിപ്പിച്ച് ഒരു സ്ഥലത്ത് ഇരുത്തി ആ ഗ്ലാസ് പുറക്കിക്കൊണ്ട് വെച്ച് നമ്മൾ സമാധാനത്തോടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം വഴി. പക്ഷെ ആ വഴി നമ്മളിൽ നിന്ന് കുറഞ്ഞവരുടെ അടുത്തൊന്നും നമുക്ക് ഫങ്ഷൻ ചെയ്യുന്നില്ല. നിത്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനെപ്പോഴും നിത്യനെ കോട്ട് ചെയ്യുന്നത് ഞാൻ ഒരുമിച്ച് ജീവിച്ചത് കൊണ്ടും അങ്ങനെ ജൈവികമായിട്ട് കേട്ടത് കൊണ്ടുമാണ്. നിങ്ങൾ ഏറ്റവും ശ്രദ്ധാലുവായിരിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഇടത്തായിരിക്കണം.
കാരണം നമുക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഇടത്താണ് നമ്മളിൽ ഏറ്റവും മോശമായ പ്രതികരണം പുറത്തു വരിക. അത് നമ്മുടെ വീട്ടിലാണ്. അത് നമ്മളിൽ കുറഞ്ഞവരോടാണ്. നമ്മളുടെ ഒപ്പത്തിനൊപ്പം നമുക്ക് മുകളിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ നമ്മൾ ഏറ്റവും മാന്യമായിട്ട് പെരുമാറും. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നുകിൽ ഒപ്പത്തിനൊപ്പവും ഏതെങ്കിലും തരത്തിൽ മുകളിലായിട്ട് താഴെയായിട്ട് നമുക്ക് ആരും ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ വളരിഞ്ഞിപ്പോൾ ആർക്ക് തെറ്റ് പറ്റിയാലും നമ്മൾ ക്ഷമിക്കും, സമാധാനത്തിൽ ഇടപെടും. അവിടെ എത്ര ആളുടെ കൈതട്ടി ഗ്ലാസ് പൊട്ടിയാലും നമ്മൾ ആദ്യം പോയി സാരല്ല എന്നാണ് പറയുക. സാരല്ല, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, അതൊരു നിങ്ങൾ അത് എൻജോയ് ചെയ്യും, അവിടെ ഇരിക്കൂ, അങ്ങനെ പറയും. നമ്മളങ്ങ് ഇതെന്തുകൊണ്ട് നമുക്ക് ഇതിനാണ് സൗഹൃദക്കുപ്പായമെന്ന് നിത്യൻ പറയുന്നത്. അതായത് ആദ്യം തന്നെ തിരുത്തണ്ട എന്ന അർത്ഥമേ ഇല്ല. സുഹൃത്തെന്ന് പറഞ്ഞാൽ കുട്ടികളൊന്നും ശരിയല്ല. ഏത് കാലത്തും കുട്ടി ശരിയല്ല. കാരണം കുട്ടിക്ക് എങ്ങനെ ശരിയാവാൻ പറ്റും? ഇവോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇത്രയും മുതിർന്ന നമ്മൾക്ക് ശരിയാവാൻ പറ്റിയിട്ടില്ല, പിന്നെ എങ്ങനെ കുട്ടി ശരിയാവുക? അപ്പോൾ ഇവോൾവ് ചെയ്ത് വരുന്ന കുട്ടീനെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു കുഞ്ഞും ജനിച്ച അന്ന് 2 കാലിൽ നടന്നു തുടങ്ങിയിട്ടില്ല എന്ന് നമുക്കെല്ലാം അറിയാം. 2 കാലിൽ നടന്നു തുടങ്ങുന്ന ആ പ്രോസസ്സിലുള്ള ഒരു വീഴ്ചയും തെറ്റാണെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. ആ മൂക്കിടിച്ചും കാലിടിച്ചും നെഞ്ചിടിച്ചും വീണ ഓരോ വീഴ്ചയും നമ്മൾ ആസ്വദിക്കുകയും എന്നാൽ ആസ്വദിച്ച് നിന്നിട്ടുമില്ല, നടക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ വിരൽ കൊടുത്തും കൈ കൊടുത്തും മെല്ലെ 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 സമയം കൊടുത്ത് ശരീരത്തെ 2 കാലിൽ നടക്കുന്ന ഓരോ പ്രോസസ്സിനും താങ്ങായിരുന്നിട്ടുണ്ട്. ഒരു പരാതിയില്ലാതെ, ഒരു പരിഭവമില്ലാതെ. വളരെ സ്ഥൂലമായ ഒരു ശരീരത്തെ 2 കാലിൽ നടത്താൻ ഇത്രയും സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതീവ സങ്കീർണമായ അനേക തരത്തിലുള്ള സംസ്കാരങ്ങൾ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള മനസ്സിനെ 2 കാലിൽ നടത്തുന്നതിലേക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഒരു കുട്ടി ഹെൽത്തി ആയിട്ട് ഇടപഴകുക? അത്രയും സങ്കീർണമായ ബോധത്തോടെ, അത്രയും സങ്കീർണമായ ഒരു സാമൂഹികതയിലേക്ക്, അത്രയും സങ്കീർണമായ അച്ഛനമ്മമാരുടെ അടുത്ത്, അത്രയും സങ്കീർണമായ ബന്ധുക്കൾ, അധ്യാപകർ, ഈ ഒരു ലോകത്തിലേക്ക് ജനിച്ചു വീണ ഒരു കുട്ടി 2 കാലിൽ നടന്നു തുടങ്ങണമെങ്കിൽ മുതിർന്ന നമ്മളുടെ ദീർഘമായ കാലത്തിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. ഈ 2 കാലിൽ നടക്കുമ്പോൾ പരാതിയില്ലാതെ സപ്പോർട്ട് ചെയ്തതുപോലെ ഒരു അതിഥി വീട്ടിൽ വന്നിരുന്ന് അയാളുടെ കൈത്തട്ടി ഗ്ലാസ് പൊട്ടിയപ്പോൾ എങ്ങനെയാണോ നമ്മൾ അയാളുടെ കൂടെ നിന്ന് അയാളെ സ്വസ്ഥമാക്കി ആ ഗ്ലാസ് പറക്കിയെടുത്തത്, അതുപോലെ നമ്മൾ പെരുമാറുന്നിടത്താണ് സൗഹൃദക്കുപ്പായം എടുത്തണിയണമെന്ന് ഗുരു പറയുന്നത്. അത് നമ്മൾ പരസ്പരം നമ്മുടെ ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഈ ഒരു പരസ്പര ബഹുമാനത്തെ ഉണർത്തിക്കൊണ്ടുവരുന്ന ഒരു സംസ്കാരം ബോധപൂർവം നമ്മൾ വളർത്തിയെടുക്കുന്നതിലൂടെ മാത്രമേ ടീച്ചർ പറയുന്ന ആ ഒരു സങ്കീർണതയെ കുറച്ചെങ്കിലും സൗമ്യമാക്കാൻ നമുക്ക് കഴിയും. അത് ഈസി അല്ല, അതിസങ്കീർണമായ വിഷയമാണ്. ഞാൻ വളരെ ഒരു വീട്ടിൽ പോയപ്പോൾ ഞാനിങ്ങനെ ഉറക്കെ സംസാരിക്കുമ്പോൾ ഉടനെ അമ്മ, മോള് അകത്ത് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ നമുക്കൊന്ന് മെല്ലെ ഇത് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത്. സാധാരണ നമ്മൾ എന്ന് വർത്തമാനം പറയുമ്പോൾ ബാക്കി എല്ലാവരും മിണ്ടാതിരുന്നോളണമല്ലോ. നമ്മൾ മുതിർന്നവരുടെ ലക്ഷണം അതാണ്. ഒരമ്മ മകളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരമ്മ. നമുക്ക് സംസാരിക്കാം, പക്ഷെ അതേപോലെ അവളപ്പുറത്ത് മുറിയിൽ പുസ്തകം വായിച്ചിരിക്കുന്നുണ്ട്, അവളെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കണം എന്ന് പറയുന്ന ഒരമ്മ പുതിയ കാലത്തുണ്ട്. ആ അമ്മയിലേക്കും ആ അച്ഛനിലേക്കും ആ മുതിർന്നവരിലേക്കും നമ്മൾ വളരേണ്ടതുണ്ട്. നമ്മൾ മുതിർന്നവരെപ്പോഴും നമ്മളെ മാത്രമേ കാണൂ. അപ്പുറത്തിരുന്ന് പുസ്തകം വായിക്കുന്ന കുട്ടിയെ, ഇപ്പുറത്തിരുന്ന് കളിക്കുന്ന കുട്ടിയെ, അപ്പുറത്ത് ചുമ്മാ നടക്കുന്ന മുതിർന്നവരെ ഒന്നും കാണാതെ നമ്മൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്ന ബോധത്തിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്ന സൗഹൃദക്കുപ്പായം അണിയുന്നതിലൂടെ മാത്രമേ ഈ സങ്കീർണതയെ നമുക്ക് അതിജീവിക്കാൻ പറ്റൂ. നമസ്കാരം.